മരം വീണ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കേരളത്തിൽ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 1 മണിക്കൂർ 5 മിനിറ്റ് വൈകിയാകും പുറപ്പെടുക. പരശുറാം അടക്കമുള്ള ട്രെയിനുകളും 2 മണിക്കൂറോളം വൈകി ഓടുന്നു. കാറ്റും മഴയും കാരണം ട്രെയിൻ ഗതാഗതം താറുമാറായതിനെ തുടർന്ന് കേരളത്തിൽ വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. ഇപ്പോൾ പരശുറാം എക്സ്പ്രസ് എറണാകുളം ടൗണിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞതേ ഉള്ളൂ. 1:40 എത്തേണ്ട ട്രെയിനാണ്. നിലവിലെത്തിയിരിക്കുന്നത് 4:25 നിരവധി ആളുകളാണ് പരശുറാമിന് എത്തിയത്. അവർ ലേറ്റ് ആയിട്ടാണ് എത്തിച്ചേട്ടാ. പരശുറാമിന് വന്നതാണോ? 2.5 മണിക്കൂറോളം പരശുറാം ലേറ്റ് ആയി. വലിയ ബുദ്ധിമുട്ടായി. അതായത് ഇതിവിടെ 1:40 വരേണ്ട ട്രെയിനായിരുന്നു. വളരെ ലേറ്റ് ആയി. 4:30 എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എവിടെ നിന്ന് വരുന്നതാണ്? ഞാൻ പട്ടാമ്പി. ഏതൊക്കെ സ്ഥലത്ത് ഇത് പിടിച്ചിട്ടു? വരുന്ന വഴിക്ക് ഒരു കാരക്കാട് കുറച്ച് വേറെ സ്ഥലത്തൊന്നും പിടിച്ചിട്ടില്ല. പരശുറാം 1:40 എത്തേണ്ടതാണ്. അല്പം മുമ്പ് 4:25 പരശുറാം എറണാകുളത്തേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ വന്ദേ ഭാരതും വൈകിയാണ് ഓടുന്നത്. 4:05 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് 5:10 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുക എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം നേത്രാവതി എക്സ്പ്രസ് ഏറനാട് അടക്കമുള്ള വണ്ടികളും വൈകിയാണ് ഓടുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ വൈകി ഓടുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ രാത്രി അടക്കം ആലുവയിലടക്കം മരം വീണ് വലിയ തടസ്സമുണ്ടായിരുന്നു. റെയിൽ ഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്ന അവസ്ഥ 2 ട്രാക്കിലും, തിരുവനന്തപുരത്തേക്കുള്ള ട്രാക്കിലും ഒപ്പം തൃശ്ശൂരേക്കുള്ള ട്രാക്കിലും ഇത്തരത്തിൽ മരം വീണ്, ആലുവയിൽ മരം വീണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് ട്രെയിൻ ഗതാഗതം വീണ്ടും പഴയ നിലയിലേക്കാക്കിയത്. മാത്രമല്ല കോഴിക്കോടടക്കം ഇത്തരത്തിൽ വലിയ ട്രെയിൻ ഗതാഗതം താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടായി. ഇലക്ട്രിക് ലൈനുകളടക്കം പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒക്കെ വന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. നിരവധി ആളുകളുണ്ട്, പക്ഷേ എല്ലാവരും ഇത്തരത്തിൽ കാത്തിരിക്കുകയാണ്. പല ട്രെയിനുകളും ഏറനാട് അടക്കമുള്ള ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരം SF എക്സ്പ്രസ് അടക്കം വൈകി ഓടുന്നു. 2-2.5 മണിക്കൂറോളം ട്രെയിനുകൾ വൈകി ഓടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ആളുകൾ ഒരുപാട് പേരുണ്ട്, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒത്തിരി ലേറ്റ് ആയി, 2 മണിക്കൂർ ലേറ്റ് ആയി. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 11:30-35 മുതൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ടൈം പോവല്ലേ? ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, ലേറ്റ് ആയതിനെ കൊണ്ട്. 1:50 തന്നെ ട്രെയിനാണ്, ടൈം 4:30. അത്തരത്തിൽ ആളുകൾ പരശുരാമിനൊക്കെ വന്ന ആളുകൾ, അതായത് 1:40 എറണാകുളത്ത് എത്തേണ്ട ആളുകൾ 4:25 എത്തുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. സച്ചിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1 കൊച്ചി.